ഒന്നുമില്ല. എടാ കാര്യം പറ, എന്തേലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, പറഞ്ഞില്ല ഞാൻ നിന്നോട്. താൻ എന്തിനാ എന്നോട് ചൂടാവുന്നേ? ഞാൻ എന്തോ ഉണ്ടോന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാ പോരെ, ചൂടാവിടെ ഇങ്ങനെ. ഓ, ഞാൻ ചൂടായിട്ടൊന്നുമില്ല, നിനക്ക് തോന്നിയതാവും. എനിക്ക് തോന്നിയതൊന്നുമല്ല, എന്തോ ഒന്നുണ്ട്. അത് പിന്നെടാ. എന്താടാ കാര്യം, നീ എന്നോട് പറ. ഇന്നലെ ഞാൻ ജുവലുമായി സംസാരിച്ചതിന് ശേഷം അവരാരും എന്നോട് മിണ്ടിയിട്ടില്ലടാ ഇതുവരെ. ജിതിനാടാ വിഷമിച്ചിരിക്കുന്നേ? അവർ കുറച്ച് കഴിയുമ്പോ താനേ മിണ്ടിക്കോളും. എനിക്ക് തോന്നുന്നില്ലടാ. അവര് മിണ്ടും, പക്ഷേ എന്താടാ? അല്ല, കുറച്ച് കഴിഞ്ഞാ അവര് വരുന്നുണ്ടല്ലോ. ആര് വരുന്ന കാര്യം നീ പറയുന്നേ? ഓ എന്റെ പൊട്ട. എന്ത്? സോറി, ഞാൻ പറഞ്ഞതേ ജുവലിന്റെ കാര്യാ. അവളെയും ഫാമിലിയെയും അമ്മ വിളിച്ചതല്ലേ, അപ്പൊ അവള് വരാതിരിക്കില്ലല്ലോ. എന്നാ ഇന്ന് നിന്നോട് അവര് മിണ്ടുന്ന കാര്യം ഗോവിന്ദ. അതെന്താടാ? ഓ, ഈ പൊട്ടന് മനസ്സിലാവുന്നില്ലേ? ഇന്ന് അവള് വരുമ്പോ തന്നോട് എന്തായാലും മിണ്ടുവല്ലോ. ഈശ്വരാ, ഇപ്പെന്തെങ്കിലും മനസ്സിലായല്ലോ. ഇനിയിപ്പോ ഞാനെന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. ഇന്നലെ അവളെ കാണേണ്ടിയിരുന്നില്ല എന്ന് ഈ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. അങ്ങനെ തീർത്ത് പറയാൻ വരട്ടെ. ഇന്ന് അവൾ എന്തായാലും വരുമല്ലോ. ഞാൻ ഇന്നലെ അവളെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് വരുന്നതിന് ഉറപ്പില്ലായിരുന്നു. അതെങ്ങനെ? അതായത് അവള് ഇന്നലെ തന്നെ എന്നോട് പരാതി പറഞ്ഞു ഞാൻ വിളിച്ചില്ലല്ലോന്ന്. ഞാൻ വിളിക്കാത്ത പക്ഷം ചിലപ്പോ അവള് വരാതിരുന്നേനെ. അത് നീ പറഞ്ഞത് ശരിയാ, വാശിക്കാരിയല്ലേ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി വരുന്നത് നോക്കാം. ഞാൻ പെട്ട്. അല്ലടാ, എന്നോട് മാത്രല്ലല്ലോ നിന്നോടും അവള് മിണ്ടാറുണ്ടല്ലോ. ഓ, ഒന്ന് പതുക്കെ പറ. പാത്തൂറ്റ് അറിഞ്ഞാലുണ്ടല്ലോ അത് പിന്നെ പാറൂസിന് കൊണ്ടു കൊടുക്കും. ഇപ്പഴേ എനിക്കൊരു ആശ്വാസായേ. കൂട്ടിന് നീ ഉണ്ടല്ലോ. തന്നോട് ജുവല് മിണ്ടിയാലും പിന്നെ അവര് തന്നോട് മിണ്ടത്തില്ലല്ലോ. അപ്പൊ എനിക്കൊരു കൂട്ടായില്ലേ. ദുഷ്ട, എന്നെ കൊലക്ക് കൊടുത്തേ തനിക്ക് മതിയാവൂലേ? പിന്നല്ല. അല്ല സീതയെ ലച്ചു വന്നില്ലേ? ഇല്ലടി, അവള് വന്നിട്ടില്ല. ഇപ്പൊ എത്താ മതി. അല്ല, ഇന്നലെ രാത്രി എത്തിയെന്നാ ഞങ്ങൾ കരുതിയേ. ഇന്നലെ അനിയൻ വന്നപ്പോ ഒരുപാട് ടൈമായി. പിന്നെ ഇങ്ങോട്ട് കുറച്ച് ദൂരം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അമ്മ അവനോട് പറഞ്ഞു പുലർച്ചെ പോവാന്ന്. 5:30 വിളിച്ചിരുന്നേ പോന്നെന്ന് പറഞ്ഞ്. ഞങ്ങൾ ഇന്നലെ രാത്രി പോയതിനു ശേഷം അവള് വന്നെന്നാ കരുതിയേ. ഞാനും കരുതിയിരുന്നേ വരുന്ന്. അവരും മാറ്റി നിൽക്കായിരുന്നു. പിന്നെ ഒരുപാട് ലേറ്റ് ആയപ്പോ അച്ഛനും പറഞ്ഞു നാളെ പോവാന്ന്. അതന്നെ നല്ലേ. വെറുതെ ഉറക്കം കളയണ്ടല്ലോ. വർക്ക് ചെയ്ത് വന്നതല്ലേ, പിന്നെ ഡ്രൈവിംഗ് കൂടെ ആവുമ്പോ ക്ഷീണിക്കും. ഞാനും അതന്നെടാ പറഞ്ഞേ. അവന് വന്നപ്പോ തന്നെ 11 മണി കഴിഞ്ഞെന്ന് അമ്മ പറഞ്ഞേ. പിന്നെ 3-4 മണിക്കൂർ ഇങ്ങോട്ടുള്ള യാത്രയും. അപ്പൊ തന്നെ ഒരുപാട് ടൈം ആവും. അതിനേക്കാൾ നല്ലത് രാവിലെ തന്നെ. അമ്മക്കാണെങ്കിൽ തീരെ ഉറക്കം ഒഴിക്കാൻ വയ്യ. പ്രഷർ ഉള്ളതാ, മരുന്ന് കുടിക്കുന്നതാ അമ്മ. അല്ല, നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? അവിടെ ഇരിക്കുന്നേ. ഇന്നലെ ഇന്നുമായിട്ട് ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ട് നിങ്ങൾ. എന്റെ സീത, നീ ഒന്ന് പോയേ. അതൊക്കെ ഒരു ജോലിയാണോ? ഇന്നലെ രാത്രി തന്നെ നമ്മൾ എല്ലാ പച്ചക്കറികളും അരിഞ്ഞു വെച്ചത് കൊണ്ട് നന്നായില്ലേ? അതുകൊണ്ട് രാവിലെ തന്നെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇനിയിപ്പോ പണികളൊന്നുമില്ലല്ലോ. എന്നാ ഞാൻ പോയേച്ചു വരാവേ. അല്ല, നീ ഇതെങ്ങോട്ടാ? പോയി പിള്ളേരൊക്കെ ഒരുക്കട്ടെ, എണീറ്റ് പോലും കാണത്തില്ല. അത് പറഞ്ഞത് ശരിയാ. എന്നാ ഞാനും പോട്ടെ. പാത്തു പിന്നെ ഞാൻ എണീറ്റപ്പോ തന്നെ എണീറ്റ് പോന്നാണ്. എണീറ്റിട്ട് എന്നെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. ഇനി ഞാൻ പോയി ഉസ്മാനെ കുത്തിപ്പോക്കട്ടെ. ഉമ്മന്റെ വിളിയൊന്നും മതിയാവൂല അവന്. അതിവിടെയും അങ്ങനെ തന്നെ സീനത്താ. ഇവിടെ 4 പേരുടെയും കഥ കണക്കാ. ചെറുതിനേക്കാൾ വലിയ മടിയാ വലുതിന്. അത് നീ പറഞ്ഞത് കറക്റ്റാ. അവിടെ ഉണ്ടല്ലോ 2 എണ്ണം. എന്നാ ശരി സീതേ, പോവല്ലേ. 3 ആള് അവിടെ നിക്ക്. എന്തേ? 3 ആള് രാവിലത്തെ ഭക്ഷണം കൊണ്ട് പോയാ മതി ഇവിടുന്ന്. അതൊന്നും വേണ്ട. അതെ, അതൊന്നും വേണ്ട സീതേ. അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. പുലർച്ചെ വന്നതല്ലേ നിങ്ങൾ. ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ചു. ഇനി അവിടെ പോയി വല്ലതും ഉണ്ടാക്കണ്ടേ? നിങ്ങൾ ഇവിടെ വന്നാല് വെറും ചായയും ബേക്കറിയും മാത്രമല്ലേ കുടിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കിയത്. വേണ്ട സീതേ, എന്റെ മിനി, ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അത് മാത്രല്ല, ഇപ്പൊ തന്നെ 8 മണി ആവാറായി. ഇനിയിപ്പോ അവിടെ പോയി ഉണ്ടാക്കിയിട്ടൊക്കെ വേണ്ടേ? നിങ്ങൾ എന്തായാലും കൊണ്ടുപോയേ മതിയാവൂ. സീതേ, അത് പിന്നെ സൈനത്ത, ഓരോ അടവ് പറയാൻ നിൽക്കണ്ട. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ മനസ്സിലായല്ലോ. 3 ആക്കുള്ള ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നീ അപ്പോഴേക്കും എടുത്തു വെക്കലും കഴിഞ്ഞോ? പിന്നല്ലാതെ. ഇതൊക്കെ എപ്പോ? നിങ്ങൾ പുറത്ത് ഭയങ്കര കുക്കിങ്ങിലല്ലായിരുന്നോ? ആ ടൈമിന് ഞാനും അമ്മയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. എന്റെ സീതെ, എന്തൊരു ബുദ്ധിമുട്ടായി കാണും തനിക്ക്. പിന്നെ വലിയ ബുദ്ധിമുട്ടായി സൈനത്താ. അല്ല പാറൂസേ, ദേവി എണീറ്റില്ലേ? ചേച്ചി കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ചേച്ചി നല്ല ഉറക്കത്തിലാ. ഞാൻ കൊറേ വിളിച്ചിരുന്നു, പിന്നെ ചേച്ചി എണീക്കാത്തപ്പോ ഞാൻ എണീറ്റ് പോന്ന്. അതുപോലെ ഒരെണ്ണം എന്റെ വീട്ടിലും ഉണ്ട്. അവർക്കൊക്കെ അനിയത്തിമാരെ കണ്ട് പഠിച്ചൂടെ? ചെന്ന് പോയിക്കാ പാറൂസേ. നീ ഇന്ന് മാത്രല്ലേ നേരത്തെ എണീറ്റേ? പാത്തു, അത് നീ മനസ്സിലാക്കിയല്ലോ. പിന്നല്ല, ഈ പാത്തുവിനെല്ലാം മനസ്സിലാവും. അല്ല, നീ എപ്പോ വന്നു തുമ്പി? ഞാൻ കുറച്ചേരായി അമ്മ വന്നിട്ട്. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ.
കൊറേ വിളിച്ചു നോക്കി. ഈ പെണ്ണിനെ ഞാനുണ്ടല്ലോ, അമ്മ ചേച്ചിയോട് എന്നെ കണ്ട് പഠിക്കാൻ പറ. ആ എന്നാ നല്ല കണക്കായി പോയി. ഉമ്മച്ചി വാ പോവാ. അല്ല ഉമ്മച്ചി പോവാനായോ? ആ പോയിട്ടിനി റെഡി ആയിട്ട് വരാം. അല്ല ഉസ്മാൻ ഇവിടെ ഉണ്ടായിരുന്നോ? അവനെപ്പോഴാ വന്നേ? കുറച്ച് നേരത്തെ വന്നേ. ദാ ഉസ്മാനെ. എന്താ ഉമ്മച്ചി? അല്ല നീ എപ്പോ എത്തിയടാ? ഞാൻ കുറച്ചു നേരമായിട്ടുള്ളൂ. അല്ല ഉമ്മൂമ്മ ഒറ്റക്കല്ലേ? ഉമ്മൂമ്മ തന്നെ എന്നോട് പോവാൻ പറഞ്ഞേ. നീ പറയിപ്പിച്ചതാവും. തുമ്പി വാ. പാറു എന്നാ ഞങ്ങള് റെഡി ആയിട്ട് വരാവേ. കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരാം. ആ ശരി. ഞാനും പോട്ടെ. അവര് വരുമ്പോഴേക്കും എനിക്കും റെഡിയായി നിൽക്കണം. അമ്മേ ഹായ്, എന്താ രസം കാണാന്. നിങ്ങൾക്ക് ഇഷ്ടായോ? പിന്നല്ലാതെ വാവ് ആയിട്ടുണ്ട്. അല്ല നിങ്ങൾ എന്താ വരാൻ വൈകി? തുമ്പി അവിടെ വെച്ചൊക്കെ വന്നല്ലോ. ഓ എന്റെ പാറുവേ, ഈ മീനൂട്ടിന്റെ ഒരുക്കം കഴിയണ്ടേ? ആ അത് ശരിയാ. അവളെ ഒരുക്കം കഴിയുമ്പോത്തിന് ഇവിടുത്തെ പരിപാടി കഴിയും. ഓ ഇനിയിപ്പോ രണ്ടാളും എന്നെ പറഞ്ഞോ? ആ അല്ല നിങ്ങൾ റൂമൊന്നും കണ്ടില്ലല്ലോ. വാ. അല്ല ദേവും തുമ്പി അവിടെ വെച്ചൊക്കെ എന്തേ? ആ അവര് റൂമിലുണ്ട്. വാ. എനിക്ക് ഈ ഡ്രസ് ബോറുണ്ടോ? ഇല്ല. എന്ത് ബോറ്? നല്ല ഭംഗിയുണ്ട് കാണാന്. അതന്നെ നല്ല വാവ് ആയിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾ എന്നെക്കാളും തുമ്പി പറഞ്ഞ പോലെ വാവ് ആയിട്ടുണ്ട്. ചേച്ചി നിങ്ങൾ വന്നോ? ഞങ്ങൾ എത്തി. അല്ല എന്താ നേരം വൈകിയേ? ഓ എന്റെ ദേവേച്ചി, തമ്പ്രാട്ടിന്റെ ഒരുക്കം കഴിയണ്ടേ? അല്ല പാത്തു എന്തേ? അവൾ ഒരുങ്ങുന്നേ ഉള്ളൂ. ഇപ്പൊ വരാ മതി. ഇതാണ് എന്റെ റൂം. എങ്ങനെയുണ്ട് കാണാൻ? ഓ ചേച്ചിന്റെ മാത്രല്ല എന്റെയും കൂടി കേട്ടോ. ഓ എന്റെ പാറുസേ, നിന്റെയും കൂടി. ഞങ്ങൾ രണ്ടാളെ റൂമാണിത്. അടിപൊളിയായിട്ടുണ്ട്. അല്ല ലച്ചു ചേച്ചി വന്നില്ലേ? വന്നിട്ടുണ്ട് കൺമണി. അല്ല അപ്പോ നന്ദൂട്ടന്റെ റൂം ഏതാ? ഇതിന്റെ തൊട്ടടുത്തുള്ള റൂം അവന്റെ. 4 റൂമാണുള്ളത്. ഒന്നില് അച്ഛനും അമ്മയും, ഒന്നില് നന്ദു, ഒന്നില് ലച്ചു ചേച്ചി. ഈ റൂമില് പാറൂസും ഞാനും. എനിക്ക് നല്ല ഇഷ്ടായി ഈ റൂം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടായി. അല്ല ഇന്നലത്തെ സംഭവത്തിന് ശേഷം നന്ദൂട്ടനോട് ആരെങ്കിലും മിണ്ടിയോ? എന്ത് സംഭവം? അത് ചേച്ചിയോട് പറയാൻ വിട്ടുപോയതാ. എന്താടി കാര്യം? അത് പിന്നെ ഇന്നലെ നന്ദൂട്ടൻ ഓ എന്റെ ചേച്ചി, ഞാനൊന്ന് പറയട്ടെ? എന്നാ വേഗം പറ. നന്ദൂട്ടൻ ജുവലുമായി സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അതിനിപ്പോ എന്താ? അതിനിപ്പോ എന്താന്നോ? അവള് ഞങ്ങളെ ശത്രുവാ. അതിന് തന്നോടല്ലല്ലോ അവള് മിണ്ടിയേ, നന്ദൂട്ടനോടല്ലേ. അവളെ ആരോടും മിണ്ടണ്ട. എനിക്ക് ഇഷ്ടം തന്നെ ഇല്ല അവളെ. അല്ല എന്നിട്ടെന്താ? ഇവരാരും ഇതുവരെ നന്ദൂട്ടനോട് മിണ്ടിയിട്ടില്ല. അയ്യോ പാവം, കഷ്ടായി പോയി. അവൻ എന്ത് തെറ്റാ ചെയ്തേ? ഓ എന്ത് കഷ്ടം. അവളോട് മിണ്ടാൻ പോയിട്ടല്ലേ? പോരാത്തതിന് അവള് വീയാൻ പോയപ്പോ രക്ഷിച്ചും ചെയ്ത്. അതിപ്പോ അങ്ങനെയല്ലേ വേണ്ടേ? ഓ അപ്പൊ അവിടെ അവളെ സൈഡാലേ? പാറു, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നിന്നെ കുറ്റപ്പെടുത്തിയതല്ലടാ. അല്ലെങ്കിലും ചേച്ചിയോടൊന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇനിയിപ്പോ നിങ്ങളിത് പറഞ്ഞ് വഴക്കുണ്ടാക്കല്ലേ? വഴക്കുണ്ടാക്കിയില്ലല്ലോ, ഇനി ഉണ്ടാവാൻ പോകുന്നതേ ഉള്ളൂ. അവൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ അതിനാ. നീ എന്തൊക്കെയാ പറയുന്നേ? അവൾ അതിനൊന്നല്ല വരുന്നേ. അവളെ അമ്മ ഇൻവൈറ്റ് ചെയ്തതല്ലേ. ഓ അമ്മ മാത്രല്ലല്ലോ, നന്ദൂട്ടനും ചെയ്തിട്ടില്ലേ? അവന്റെ ഫ്രണ്ട് അല്ലേ? ഫ്രണ്ട് ആവാൻ പറ്റിയൊരു സാധനം. ചേച്ചി മറന്നിട്ടില്ലല്ലോ നമ്മളോടൊക്കെ അവള് ചെയ്തത്. അത് മറന്നിട്ടൊന്നുമില്ല. പക്ഷേ ഇന്ന് നല്ലൊരു ദിവസല്ലേ, എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നേ? അതുകൊണ്ട് മാത്രം അവളെ ഞാൻ വെറുതെ വിടും. പക്ഷേ ഇങ്ങോട്ട് എന്തെങ്കിലും കുത്തിത്തിരിപ്പ്